മന്ത്രി ആന്റണി രാജുവിനെതിരെ പ്രസ്താവനയ്ക്കെതിരെ കെഎസ്ആർടിസി ജീവനക്കാർ കുടിശ്ശിക തീർത്ത ജീവനക്കാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും നൽകിയിട്ടാണ് പടിയിറങ്ങുന്നതെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. 16 ഡ്യൂട്ടിയിൽ താഴെ ചെയ്തവരുടെ 1.5 വർഷത്തെ ശമ്പളം ഇപ്പോഴും ബാക്കിയാണെന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. ഭൂരിഭാഗം ജീവനക്കാർക്കും DA കുടിശ്ശിക അടക്കം ലഭിക്കാനുണ്ട്. ₹1 പോലും കുടിശ്ശികയില്ലാതെ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും നൽകിയിട്ടാണ് പടിയിറങ്ങുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയ ശേഷം മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. കെഎസ്ആർടിസിയും ഉൾപ്പെടുന്ന ഗതാഗത വകുപ്പായിരുന്നു ഞാൻ ഭരിച്ചിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വകുപ്പാണത്. എങ്കിലും ഇന്നെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായി ഇന്നലെ വരെയുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസമാണ് കൊടുക്കേണ്ടത്. ഈ മാസം 30-നാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ കൊണ്ട് തന്നെ മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്തു. ₹1 പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത്, രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. പലപ്പോഴും ജനങ്ങളുടെ ധാരണ കെഎസ്ആർടിസി ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കുന്നവരാണെന്നാണ്. കെഎസ്ആർടിസിയിലെ മുഴുവൻ ജീവനക്കാരുടെയും ഇന്നലെ വരെയുള്ള മുഴുവൻ ശമ്പളവും കൊടുത്തു തീർത്തെന്ന് ആന്റണി രാജു വ്യക്തമാക്കിയെങ്കിലും ഇനിയും ജീവനക്കാർക്ക് DA കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും ചില ജീവനക്കാർക്ക് 1.5 വർഷത്തെ ശമ്പളവും നൽകാനുണ്ടെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. കെഎസ്ആർടിസിയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും നൽകിയിട്ടാണ് ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു അവർ പടിയിറങ്ങിയെന്ന് പറയുമ്പോഴും 16 ഡ്യൂട്ടിയിൽ താഴെ ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് അവരുടെ ശമ്പളം കഴിഞ്ഞ 1.5 വർഷമായി നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന വസ്തുതയാണ്. അത് മാത്രവുമല്ല, NBS അടക്കം പ്രോവിഡന്റ് ഫണ്ട്, ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത പ്രോവിഡന്റ് ഫണ്ട്, DA കുടിശ്ശിക, പെൻഷൻ ആനുകൂല്യം അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ നൽകാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാ ആനുകൂല്യങ്ങളും നൽകിയെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുൻ ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു അവർ പോകുമ്പോൾ ശ്രീമാൻ ഗണേഷ് കുമാർ അവർ ഇപ്പോൾ മന്ത്രിയായി വന്നിട്ടുണ്ട്. സ്ഥാനമൊഴിയുമ്പോൾ മന്ത്രി വ്യക്തമാക്കിയതുപോലെ അത്ര സുഖകരമല്ല ജീവനക്കാരുടെ അവസ്ഥയെന്നാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷം കെഎസ്ആർടിസി മുന്നോട്ടു പോയതും കുടിശ്ശികയിൽ തന്നെയാണെന്ന് ഒരുപക്ഷെ മന്ത്രി മറന്നതാകാം. ജനം, തിരുവനന്തപുരം.